പുരാതനമായ മാതാവിൻ്റെ പേരിലുള്ള മട്ടാഞ്ചേരി ജീവമാതാ പള്ളിയിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഗോവയിലെ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചിട്ടുള്ള പള്ളികളുടെ ഒരു ശൈലിയിലാണ് ഈ ദേവാലയത്തിൻ്റെ രൂപകൽപ്പന. പഴമയും പുതുമയും ഒരുമിക്കുന്ന ഒരു സംഗമവേദി കൂടിയാണ് ഈ ദേവാലയത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അവർ ലേഡി ഓഫ് ലൈഫ് ചർച്ച്, മട്ടാഞ്ചേരി. മുറ്റത്തെ കരിങ്കൽ വിരിച്ച പാതയിലൂടെ ഞാൻ നടന്നു നീങ്ങി. ബസാർ റോഡിൻ്റെ പണ്ടത്തെ പ്രൗഢി ചോരാതെ നിലകൊള്ളുന്ന ഒരു ദേവാലയമാണ് ഈ ദേവാലയം. കൂനം കുരിശ് പള്ളി ഈ ദേവാലയത്തിന് കീഴിലാണ് വരുന്നത്. മട്ടാഞ്ചേരിയുടെ പഴയകാല കാലഘട്ടങ്ങളെ അതിജീവിച്ച ഈ ദേവാലയത്തിന് ഒത്തിരി ജീവിതങ്ങളെ നേർവഴിയിലേക്ക് നടത്തിയ കഥകൾ പറയാനുണ്ട്. ശാന്തമായി ഉറങ്ങുന്ന അരുവി പോലെയാണ് ജീവമാതാ പള്ളി. സ്വർണം പുതച്ച കൊടിമരം എവിടെ നിന്ന് നോക്കിയാലും കാണുവാൻ സാധിക്കും. കൊടിമരത്തിന് കീഴിൽ വട്ടക്കല്ലിൽ മാതാവിൻ്റെ പല പല രൂപങ്ങൾ ചുറ്റി നടന്ന് കാണാൻ. പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രമുണ്ടാവുമല്ലോ. എൻ്റെ മനസ്സിൽ ആ ചിത്രം പൂർത്തിയായത് ജീവമാതാ പള്ളിയുടെ മുൻവശം കണ്ടുപോയാണ്. വെണ്മയുടെ ഒരു ആകാശം, ശാന്തമായ അന്തരീക്ഷം, പുറത്തെ തിരക്കുകളൊന്നും അറിയാതെ നിശബ്ദമായി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരിടമാണിത്. മാതാവിൻ്റെ രൂപങ്ങൾ ഞാൻ ചുറ്റി നടന്ന് കണ്ട് മനസ്സ് വളരെ ശാന്തമായി. പള്ളിമണിയുടെ രൂപകൽപ്പന എന്നെ വല്ലാതെ ആകർഷിച്ചു. കുട ചൂടി നിൽക്കുന്ന തരത്തിൽ തോന്നിക്കുന്ന ഒരു മാതാവിൻ്റെ രൂപം ഞാൻ അവിടെ കണ്ടു. എത്ര മനോഹരമായ രൂപമാണതെന്നറിയുമോ? ഞാൻ അടുത്തുനിന്ന് കുറേ നേരം നോക്കി. ദേവാലയം പുതുക്കി പണിതിട്ടുണ്ട്, എന്നാലും പഴയതൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. രൂപമാറ്റം വന്ന തറവാട് പോലെ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് ജീവമാതാ പള്ളി. കൂനൻ കുരിശ് സത്യം ഇവിടെ ശില്പങ്ങളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. മിനിയാട്ടായി ഒറ്റ നോട്ടത്തിൽ ചരിത്രം മുഴുവൻ കാണാം. താരയിൽ ഏറ്റവും മുകളിലായിട്ടാണ് ജീവമാതാവിൻ്റെ രൂപം.
കിടാവിളക്കിൻ്റെ ശോഭയിൽ ഞാൻ ചുറ്റും നോക്കി. തിരുക്കുടുംബത്തിൻ്റെ രൂപവും ഞാൻ കണ്ടു. സൂര്യപ്രകാശത്തിൽ പള്ളിയുടെ ഉൾവശം വളരെ മനോഹരമായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും അത്ഭുതം തുളുമ്പുന്ന ജീവമാതാവിൻ്റെ തിരുസ്വരൂപം. ഈ ദേവാലയം കാണുവാൻ ഒട്ടനവധി വിദേശ സഞ്ചാരികളാണ് ദിനം പ്രതി ഇവിടെ എത്താറുള്ളത്. കൂനൻ കുരിശിലേക്ക് പോകുന്ന വഴി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത്. എന്നാൽ പള്ളിമുറ്റത്ത് നിന്ന് നോക്കിയപ്പോഴാണ് ഈ പള്ളിയുടെ ചരിത്രപ്രധാനമായ പ്രാധാന്യം മനസ്സിലായത്. ഇനി അടുത്ത ദേവാലയത്തിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം.